ഡോക്ടേഴ്സിനോട് ഇദ്ദേഹം ആദ്യം ആസ്ട്രൽ പ്രൊഫഷൻ ഞാൻ ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിഫൻസും വന്നുകൊണ്ടിരുന്നത്. അവസാനം ഡോക്ടറിനോട് കൺഫസ് ചെയ്തു. ആസ്ട്രൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയുന്നു. സബ്സിക്വൻ്റായിട്ട് ഇദ്ദേഹം കുറ്റകൃത്യം മുഴുവൻ ഡോക്ടറിനോട് കൺഫസ് ചെയ്തു. രക്ഷപ്പെടാൻ ശ്രമിച്ചത് മാത്രമല്ല, ഇദ്ദേഹം പോകുന്ന സമയത്ത് അതിൻ്റെ വസ്ത്രങ്ങൾ, ID പ്രൂഫ്, പൈസ ഇത്ര എടുക്കാൻ അദ്ദേഹം മറന്നുപോയി. അച്ഛൻ ഈ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഈ അമിതമായ മദ്യം ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തെ വഴക്ക് പറയായിരുന്നു. അറ്റ് ദ സെയിം ടൈം അമ്മ ബ്രൂണോയിലെ അവിടുത്തെ രാജാവിൻ്റെ ഡോക്ടറായിട്ട് സെലക്ഷൻ കിട്ടി. പുള്ളിക്കാരി ഉടൻ തന്നെ 20-ാം തീയതി പോകാതിരിക്കുമ്പോഴാണ് ഈ മർഡർ ചെയ്യുന്നത്. ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് എപ്പോഴും അച്ഛനമ്മയും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം മുറി അടച്ചിരിക്കുക, ആരുമായിട്ടും ഇടപഴകുന്നില്ല. ബന്ധുക്കളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പുള്ളിക്കാരൻ ആരുമായിട്ട് അധികം സംസാരിക്കത്തില്ല. ഇല്ല, ഇത് 2 നില വീടാണ്. മേളിൽ തടുക്കൊരു ബാൽക്കണി ഉണ്ട്. അതിൻ്റെ 3 വർഷത്തായിട്ടാണ് ബെഡ്റൂം ഇരിക്കുന്നത്. ബെഡ്റൂം പൂട്ടിയിരിക്കാൻ തീർച്ചയായും. അതാ സ്റ്റാൻലീസ് കാർപ്പൻറ്റേഴ്സ് ആക്സ് എന്ന് പറഞ്ഞ ആക്സ് തന്നെ ഏകദേശം 1.5 kg വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചുള്ള ചോപ്പിംഗ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ചോപ്പിംഗ് നേരെ കൊണ്ടില്ലായിരിക്കും. ഹായ്, ഹലോ, വെൽക്കം ടു ഇൻഫൈൻ പ്ലസ്. ഇന്ന് നന്തൻകോട് കൂട്ടക്കൊലപാതക കേസിലെ വിധി വന്നിരിക്കുകയാണ്. ഈ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ സാറാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. വെൽക്കം സർ. സർ, വളരെ ദീർഘനാളത്തെ വിചാരണയ്ക്ക് ശേഷം വിധി വന്നിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ വിധി. എന്ത് തോന്നുന്നു സാർ ഈ ഒരു സമയത്ത്? തീർച്ചയായിട്ടും ഇതിനകത്ത് അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥരുടെയും അവരുടെ ഒത്തൊരുമയോടുള്ള ആ ഒരു എവിഡൻസ് കളക്ട് ചെയ്തതും തീർച്ചയായിട്ടും അതെല്ലാം സക്സസ്ഫുൾ, അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു ഔട്ട്കം ആയിട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു കേസാണ്. കാരണം ഇത്തരത്തിലുള്ള കേസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള കേസാണ്. മുൻ ചരിത്രമുണ്ടോ? അങ്ങനെ ഇല്ല, ആദ്യത്തെ കേസാണ് ഇത്തരത്തിലുള്ള. അപ്പം ഇതിൽ നമുക്ക് വേണമെങ്കിൽ മാനസിക രോഗിയാണ് പ്രതിക്ക് ശിക്ഷ കൊടുക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് ശിക്ഷ കൊടുക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഇതിനെ എങ്ങനെയാണ് നേരിട്ടത്? ഇതിലും അതിനേക്കാളും കൂടുതലായിട്ടൊരു വെല്ലുവിളി ആദ്യം വന്നിരുന്നത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേസായിരുന്നു ഇത്. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇതാരാണ് ചെയ്തത്, ഇദ്ദേഹമാണോ ചെയ്തത് എന്ന് കണ്ടെത്തുന്നതിനുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സായിരുന്നു ഇതിൽ ആദ്യത്തെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായിരുന്നത്. പ്രതിയുടെ അറസ്റ്റിനോടുകൂടിയാണ് ഇതിനകത്ത് ആദ്യത്തെ എവിഡൻസിൻ്റെ കളക്ഷന് ശേഷം ഈ പ്രതിയുടെ അറസ്റ്റോടുകൂടിയാണ് രണ്ടാമത്തെ വെല്ലുവിളിയിലേക്ക് വന്നത്. അത് പ്രതിക്ക് മാനസിക പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ആ ലീഗൽ ഇൻസാനിറ്റിയും മെഡിക്കൽ ഇൻസാനിറ്റിയും എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഒരാൾ ലീഗലി ഇൻസൈൻ ആയിട്ടുള്ളവർ, ഒരാൾ ചിലപ്പോൾ മെഡിക്കലി ഇൻസൈൻ ആയിട്ടുള്ള ഒരാൾ ലീഗലി ഇൻസൈൻ ആകണമെന്നില്ല. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു ടെസ്റ്റേ ഉള്ളൂ. അതായത് ആ സെക്ഷൻ 84 ഇന്ത്യൻ IPC ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്, ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ താൻ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണെന്നോ അല്ലെങ്കിൽ നിയമത്തിനെതിരെയാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ലീഗൽ ഇൻസാനിറ്റി ആവത്തില്ല. ചിലപ്പോൾ ഒരു മെഡിക്കലി ഇൻസൈൻ ആയിട്ടുള്ള ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യാം. അതിൻ്റെ ഇത്രയേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും അയാൾക്ക് നിയമത്തിൻ്റെ പരിധിയിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അതായിരുന്നു അടുത്തൊരു വെല്ലുവിളിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ 2 വെല്ലുവിളിയും ഒരു നല്ല രീതിയിൽ ആ ഇൻവെസ്റ്റിഗേഷൻ്റെയും ഡോക്ടേഴ്സിൻ്റെ എവിഡൻസ് ആയാലും അതുപോലെ തന്നെ ഫോറൻസിക് എവിഡൻസ് അവരുടെ എവിഡൻസ് കളക്ട് ചെയ്ത് ആ മെത്തേഡിലൂടെ ഈ ഭാഗങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ഇദ്ദേഹം മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റിലാണ്. ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് അദ്ദേഹം വിധേയമായിട്ടുണ്ട്. ചില രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിൽ ജയിലിൽ വെച്ച് തന്നെ അദ്ദേഹം സഹതടവുകാരനെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം അത്തരമൊരു സാഹചര്യം ഇപ്പോഴും അദ്ദേഹം മാനസിക രോഗിയായി തന്നെ നിലനിൽക്കുകയല്ലേ? അങ്ങനെയല്ല, മാനസിക രോഗത്തിന് ചികിത്സ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആദ്യത്തെ ദിവസം ചെറുതായിട്ട് മാനസിക രോഗമുള്ളതായി കാണിച്ചു. ഉടൻ തന്നെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ സഹായം തേടി. ഡോക്ടേഴ്സിനോട് ഇദ്ദേഹം ആദ്യം ആസ്ട്രൽ പ്രൊഫഷൻ ഞാൻ ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിഫൻസും വന്നുകൊണ്ടിരുന്നത്. അവസാനം ഡോക്ടറിനോട് കൺഫസ് ചെയ്തു. ആസ്ട്രൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയുന്നു. സബ്സിക്വൻ്റായിട്ട് ഇദ്ദേഹം കുറ്റകൃത്യം മുഴുവൻ ഡോക്ടറിനോട് കൺഫസ് ചെയ്തു. അതിനുശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കൺഫസ് ചെയ്യുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കൺഫെഷനെ ബേസ് ചെയ്താണ് ഈ കേസിൽ നമുക്ക് ആ സാഹചര്യ തെളിവിന് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റിയ പല തെളിവുകളും ഈ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയതും അതിലൂടെയാണ് കണ്ടെത്തുകയും ചെയ്തത്. ഇദ്ദേഹം ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ തിരിച്ചറിയൽ രേഖകളും അതോടൊപ്പം തന്നെ പണവും ഡ്രസ്സും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു മാനസികമായിട്ട് ഉള്ള പ്രശ്നമുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിലൊക്കെ കൂടെയാണോ അതോ അദ്ദേഹം തന്നെ? തീർച്ചയായിട്ടും ഒരു മാനസിക പ്രശ്നമുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഓർഗനൈസ്ഡ് ആയിരിക്കത്തില്ല, ഡിസോർഗനൈസ്ഡ് ആയിരിക്കും.
ഒരിക്കലും ആ ക്രൈം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കത്തില്ല, അതുപോലെ തന്നെ കൃത്യസ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് വീണ്ടും വന്നത് രക്ഷപ്പെടാൻ ശ്രമിച്ചത് മാത്രമല്ല, ഇദ്ദേഹം പോകുന്ന സമയത്ത് അതിൻ്റെ വസ്ത്രങ്ങൾ, ID പ്രൂഫ്, പൈസ ഇത്ര എടുക്കാൻ അദ്ദേഹം മറന്നുമില്ല. അപ്പം അതിൽ നിന്ന് തന്നെ അദ്ദേഹം ലീഗലി ഇൻസൈൻ അല്ല, ചിലപ്പോൾ മെഡിക്കലി ഇൻസൈൻ ആയിരിക്കാം. ഈ ഇതിൻ്റെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മെയിൻ മോട്ടീവ് പക തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നെല്ലാം എടുത്തു വരുമ്പോൾ അച്ഛൻ ഈ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഈ അമിതമായ മദ്യം ഉപയോഗിക്കുന്നവരായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇദ്ദേഹത്തെ വഴക്ക് പറയായിരുന്നു. അവിടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇത് MBBS പഠിക്കാനായിട്ട് പോയത് റഷ്യയിൽ പോയി ഫെയിലായി, അതിനുശേഷം തിരിച്ചു വരുന്നു. പിന്നെ ഓസ്ട്രേലിയയിൽ ഒരു അറ്റംപ്റ്റ് നടത്തുന്നു, അതും ഫെയിലാകുന്നു. അതിനുശേഷം തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഗെയിം ഡെവലപ്മെൻറ്റിങ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അറ്റ് ദ സെയിം ടൈം അമ്മ ബ്രൂണോയിലെ അവിടുത്തെ രാജാവിൻ്റെ ഡോക്ടറായിട്ട് സെലക്ഷൻ കിട്ടി. പുള്ളിക്കാരി ഉടൻ തന്നെ 20-ാം തീയതി പോകാനിരിക്കുമ്പോഴാണ് ഈ മർഡർ ചെയ്യുന്നത്. അവർ പോകാനായിട്ടിരിക്കുന്നത്. അനിയത്തി IELTS കോഴ്സ് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് പോകുന്നു. അപ്പം പുള്ളിക്കാരൻ ഒറ്റപ്പെടുന്നതായിട്ടും മറ്റുള്ളവരെല്ലാം അവർ ലൈഫിൽ സക്സസ് ആകുന്നതായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മെൻ്റൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും, ആ ഒരു ഫ്രസ്ട്രേഷനാണ്. തീർച്ചയായിട്ടും അതാണ് ഒരു എക്സ്റ്റെൻറ്റ് വരെ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇദ്ദേഹം കൺഫ്യൂസ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ മൊത്തം ഡോക്ടേഴ്സാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ മാനസികമായുള്ളൊരു ചേഞ്ച്, അച്ഛൻ ഒഴിച്ച് ബാക്കി രണ്ടുപേരും സഹോദരിയും അമ്മയും ഡോക്ടേഴ്സാണ്. അതിൽ ഒരാൾ ജനറൽ ഹോസ്പിറ്റലിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ മാനസികമായിട്ടുള്ളൊരു ചേഞ്ച് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അല്ല, ഇതിനകത്ത് ഈ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാകുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു മാനസിക പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് എപ്പോഴും അച്ഛനമ്മയും വഴക്കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം മുറി അടച്ചിരിക്കുക, ആരുമായിട്ടും ഇടപഴകുന്നില്ല, ബന്ധുക്കളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പുള്ളിക്കാരൻ ആരുമായിട്ട് അധികം സംസാരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം ഈ അമ്മയും അച്ഛനും ഒക്കെ അദ്ദേഹത്തെ ധാരാളം വഴക്ക് പറയുമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് അവന് അതിൽ നിന്നും ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചായിട്ട് പറഞ്ഞത്. അല്ലാതെ ഈ സീസോഫീനിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഓരോ അസുഖമുള്ളതായിട്ടോ അതിന് ട്രീറ്റ് ചെയ്തതായിട്ടോ പ്രതിയുടെ ഭാഗത്തുനിന്ന് പോലും തെളിവ് വന്നിട്ടില്ല ഇതുവരെ. എന്നുവെച്ചാൽ പ്രതിയാണല്ലോ ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ. എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയോ അല്ലെങ്കിൽ മറ്റാരും ഞാൻ ഇവിടെ ചികിത്സ തേടിയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹമാണ് അത് പറയാൻ കപ്പാസിറ്റി ഉള്ള ആൾ, ഒരു നോളജ് ഉള്ള ആളോ അയാൾ തന്നെയായിരിക്കും. പക്ഷെ അയാളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. അയാൾ ഇതുവരെയും അതിനെക്കുറിച്ച് സമ്മതിച്ചില്ല. പുള്ളിക്ക് അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന് ചികിത്സ നമുക്കതാണല്ലോ ഉണ്ട്. ഇപ്പം എനിക്ക് അസുഖം ഉണ്ടായിരുന്ന 5 വർഷം ഉണ്ടായിരുന്ന ആർക്കും വേണമെങ്കിലും പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നേ വരെ എന്തെങ്കിലും ചികിത്സ ചെയ്തതായിട്ടുള്ള ഒരു രേഖയും കോടതി മുമ്പ് വന്നിട്ടില്ല. പക്ഷേ ചില സിഗ്നൽസോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്തതായിട്ടോ നിനക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് അങ്ങനെ ഒന്നും വീട്ടുകാരിൽ നിന്ന് ഒന്നും കാര്യം ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഫാമിലി മെമ്പേഴ്സ്, അവരായി 5 പേരടങ്ങുന്ന കുടുംബമാണ്. അതിലുള്ള ബാക്കി 4 പേര് മരിച്ചു കഴിഞ്ഞു. ആ വീട്ടിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വെളിയിലൊരാൾക്ക് അറിയാവുന്നുള്ള അവിടെ ഒരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് ഇവരുമായിട്ടുള്ള പേഴ്സണൽ ഒരു ആക്സസ് ഇല്ല. അവരുടെ കിച്ചണിലുള്ള ജോലിയും ആ കണ്ണ് കാണാൻ വയ്യാത്ത ആ സ്ത്രീയെ നോക്കുക എന്നുള്ളതുണ്ട്. അതിൽ പറഞ്ഞാൽ അവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു 4 വാൾസിനകത്ത് ഇത്രയും പേര് മരിച്ചതോടുകൂടി ആ ഒരു നിഗൂഢത അതിപ്പോഴും അതിനോടൊപ്പം അങ്ങ് പോയി. അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ ആരും തന്നെയില്ല. പക്ഷേ ഇപ്പം ജോലിക്കാർ തന്നെ ഈ മർഡർ നടക്കുന്ന സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അച്ഛൻ കുറച്ച് എതിർപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് മരണത്തിന് കീഴടങ്ങുന്നത്. തടയാനൊക്കെ ശ്രമിച്ചിരുന്നു. ഒരു ഡിഫൻസ് വൂണ്ടായിട്ട് ഒരു 3-4 വൂൺസ് പറയുന്നുണ്ട്. അതെ. അപ്പം അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ ബഹളമോ മറ്റൊന്നും ഇതിൻ്റെ മുകളിൽ നിന്ന് കേട്ടില്ലായിരുന്നു. ഇല്ല, ഇത് 2 നില വീടാണ്. മേളിൽ തടക്കൊരു ബാൽക്കണി ഉണ്ട്. അതിൻ്റെ 3 വർഷത്തായിട്ടാണ് ബെഡ്റൂം ഇരിക്കുന്നത്. ബെഡ്റൂം പൂട്ടിയിരിക്കാൻ തീർച്ചയായിട്ടും. അതുമല്ല, ആ ഒരു ഫസ്റ്റ് വൂണ്ട് എന്ന് പറയുന്നത് ഡീപ്പ് വൂണ്ടാണ്. എല്ലാം ബാക്ക് ഓഫ് ദ ഹെഡ് ആണ് വൂണ്ട്. അതാ സ്റ്റാൻലീസ് കർപ്പൻ്റെ ആക്സ് എന്ന് പറഞ്ഞ ആക്സിന് ഏകദേശം 1.5 kg വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചുള്ള ചോപ്പിംഗ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ചോപ്പിംഗ് നേരെ കൊണ്ടില്ലായിരിക്കും. ഇതിൻ്റെ മുന്നോട്ടുള്ള ഒരു സാധ്യതകളൊക്കെ എങ്ങനെയായിരിക്കും ഇനി ഈ കേസിൻ്റെ ഈ സ്പ്ലിറ്റിങ് എങ്ങനെയാണ്? ഇതിന് ഓരോ കേസിന് ഇപ്പം തീവയ്ക്കലുണ്ട്, തെളിവ് നശിപ്പിക്കലുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ്? ഇതിപ്പം കോടതി കണ്ടിരിക്കുന്നത് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് 4 കേസിലുമാണ്. 4 മർഡറിലും ഓരോന്നിനും ഈച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ലക്ഷം രൂപ വീതം ഫൈൻ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 436 വീട് തീ വെച്ചതിന് 7 വർഷവും തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം. അപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ
ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു 10-12 വർഷം കഴിയുമ്പോൾ റെമിഷൻ കമ്മ്യൂട്ടേഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ റെമിഷനും കമ്മ്യൂട്ടേഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ആ ശിക്ഷ ഇളവായി ഇറങ്ങി പോകാറുണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ അതായത് ഡെത്ത് സെൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഡെത്ത് സെൻസ് വേണമെന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ കാരണം അത് വരുന്നത് ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇദ്ദേഹം കുറച്ചുള്ള തിരിച്ച് സൊസൈറ്റിയിലേക്ക് വരും. പക്ഷേ ഇതിപ്പോൾ അത് ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അപ്പം ആദ്യം 7 വർഷം ശിക്ഷ അനുഭവിക്കുക, അതിനുശേഷം ആ 7-ന് ശേഷം 436 7 വർഷത്തിന് ശേഷം അടുത്ത 5 വർഷം അനുഭവിക്കുക. അതിനുശേഷം മാത്രമേ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഓരോ മർഡറിലും 12 വർഷമാണോ? അല്ല, അത് കൺകറൻ്റ്ലിയാണ് പോകുന്നത്, ഒരുമിച്ച്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൺസിക്യൂട്ടീവ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ ഇത് സാധാരണ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ലൈഫിലേക്ക് അനുഭവിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് 2 ഇരട്ട വിധി എന്ന അല്ലെങ്കിൽ ഇരട്ട ശിക്ഷ എന്ന പരിധിയിൽ എന്തെങ്കിലും വരാൻ തീർച്ചയായിട്ടും ഇതിപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല. ഇത് സാധാരണ നമ്മൾ ഏത് വിധി കണ്ടാലും ഇപ്പോൾ എല്ലാ ഓഫൻസും സെപ്പറേറ്റ് ആയിട്ട് പണിഷ്മെന്റ് കൊടുത്തതിന് ശേഷം കൺവിക്ഷൻ പറഞ്ഞതിന് ശേഷം ഓൾ ദി സെന്റൻസ് ഷാൽ റൺ കൺകറന്റ്ലി എന്നാണ് പറയാറുള്ളത്. എല്ലാം കൂട്ടായി അനുഭവിച്ചത്. അപ്പോൾ ഏറ്റവും കൂടിയ ശിക്ഷ ഏതാണോ അത് മാത്രം അനുഭവിച്ചാൽ മതി. ഇവിടെ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുന്ന ഒരു ഹേർഡിൽ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 7 വർഷം, പിന്നെ 5 വർഷം, അതിനുശേഷം മാത്രമേ ലൈഫ് തുടങ്ങുള്ളൂ. ആ ലൈഫ് 14 എത്തിക്കഴിഞ്ഞാലേ ആ ശിക്ഷ ഇളവിൽ എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ശിക്ഷ ഇളവ് കൊടുക്കാതിരുന്നാൽ പിന്നെ ഇതിനകത്ത് വേറെ നോക്കാനുണ്ട്. ഈ ഇരട്ട ശിക്ഷ നമ്മുടെ ഭരണഘടനാപരമായിട്ട് അല്ല, ഇത് ഇരട്ട ശിക്ഷ എന്ന് പറയുമ്പോൾ അത് കൺസിക്യൂട്ടീവ്ലി കൺകറന്റ്ലി എന്ന് പറയുന്നതിന് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇപ്പോൾ ഏത് ഒഫൻസ് വന്നു കഴിഞ്ഞാലും അതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷനെ അത് ആ ഒരു ഓവർകം ചെയ്തുകൊണ്ട് അതിൻ്റെ വിത്തിൻ ആ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു കൺസിക്യൂട്ടീവ് സെൻറ്റൻസ് കൊടുക്കാൻ പറ്റും. അപ്പം ഇത് ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ആദ്യത്തെ കേസാണ്. ഇനി കേസുകൾ ധാരാളം വരാൻ പോകുന്നു. അടുത്ത് വരുന്ന കേസിന് എന്തായാലും ഇതൊരു റെഫറൻസും പിന്നെ തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇദ്ദേഹം നേരത്തെയും സഹതടവുകാരെ ആക്രമിച്ച ഒരു ഇവൻ്റൊക്കെ പറയുന്നു. അപ്പം ഈ സഹതടവുകാർ ഇദ്ദേഹത്തോടൊപ്പം ഇനിയുള്ള ഏകാന്ത തടവായിരിക്കുമോ അതോ ഒരുമിച്ചുള്ള? ഇല്ല, അത് ജയിലിനുള്ള ഇന്റേണൽ അറേഞ്ച്മെന്റ്സ് ആയിരിക്കും. കാരണം ഇപ്പം എൻ്റെ അറിവിൽ വന്നിരിക്കുന്നത് ഇതാണ്, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ രാത്രി ആരും തന്നെ കിടക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഇതിൽ അതിനെക്കുറിച്ചുള്ള ആദ്യമേ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തരണമെങ്കിൽ ജയിൽ അതോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും വരേണ്ടത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ജീവഭയം ഉണ്ടാകുമല്ലോ. അത് ഈ 30 വർഷത്തോളം സ്വാഭാവികമായിട്ട് ഈ 30 വർഷത്തോളം അദ്ദേഹം ഏകാന്ത തടവിലേക്ക് പോകേണ്ട ഒരു സാധ്യത അവിടെ വരുന്നില്ല. അതൊരു ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വീണ്ടും ഓസൻ ചെയ്യിക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ടാണുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പം നമ്മളില്ലേ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പല ജഡ്ജസും പറയുന്നത് തന്നെയാണ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ജയിലിൽ തന്നെയാണ്. കഴിച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ ആയിരിക്കും. നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണല്ലോ അവിടെ വരുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ബോധപ്പെടേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ അമ്മാവനെതിരെ ഒരു സാക്ഷിയാണ്. അദ്ദേഹത്തെ കോടതി പരിഗണിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിനൊരു ധനസഹായം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം എങ്ങനെയാണത്? അല്ല, ഇതിനകത്തിപ്പം ഒരു ഇത് പറഞ്ഞ കേതലിൻ്റെ ഫാമിലി ഇനി ആരുമില്ല. ഇനി ആപ്പാടുള്ളത് ഈ PW1 ജോസ് എന്ന് പറഞ്ഞ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്തൊരു ആക്ച്വൽ വിക്ടിം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന അദ്ദേഹമാണെന്ന് പറയാൻ കാര്യം ഈ ജോസിൻ്റെ പേരിലുള്ള 5 സെൻറ്റ് സ്ഥലവും വീടും ഇത് കേതലിൻ്റെ അമ്മയുടെ പേരിലേക്ക് ഒരു സെറ്റിൽമെൻറ്റ് ഡീഡ് എഴുതി കൊടുത്തു. എന്നെ പരീക്ഷിച്ച് പരിലാളിച്ച് വരുന്നതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട് ഞാൻ ഈ വസ്തു നിങ്ങളുടെ പേരിൽ എഴുതി കൊടുക്കുന്നു. പക്ഷേ അതിനകത്ത് ലൈഫ് ഇൻട്രസ്റ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം വരെ അദ്ദേഹത്തിന് ആ വസ്തുവിൽ അനുഭവിക്കാനുള്ള യോഗം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പ്രതിഫലമായിട്ട് ഒരു റൈറ്റിംഗ് ഒരു ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് അവർ സമ്മതിച്ചിരിക്കുന്നത് ഇയാൾക്ക് മാസം ഒരു നിശ്ചിത തുക ചിലവിനായി കൊടുത്തോളാമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഇപ്പം കേതലിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും മരിച്ചതോടുകൂടി ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ, ഇദ്ദേഹത്തിന് സ്വത്ത് നഷ്ടപ്പെട്ടു. നാളെ ഭാവിയിലേക്ക് ജീവിക്കാനുള്ള ഈ വസ്തുവിന് കൈമാറ്റം ചെയ്യാനും പറ്റത്തില്ല. ഭാവിയിലേക്ക് ജീവിക്കുന്നതിനുള്ള ആ ഒരു ഓപ്പണിംഗ് ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വൽ വിക്ടിം എന്ന് പറയുന്നത് ജോസ് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് കോടതി പ്രത്യേകമായിട്ട് ഈ 15 ലക്ഷം രൂപ ഈടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒന്നാം സാക്ഷിക്ക് നൽകണമെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മുന്നേ ഒരു ജയിലിൽ നിന്ന് ഇറക്കാനും ഒക്കെ ആയിട്ട് ജാമ്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കേസിന് ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരാകാൻ കുറച്ച് തയ്യാറായിരുന്നല്ലോ ബന്ധുക്കൾ. അതിലെന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇദ്ദേഹം, കാരണം ഇങ്ങനൊരു മാനസിക അവസ്ഥയിലുള്ള ഒരാളിനെ ഈസിലി ഒഴിവാക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു? ഇല്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കൊരു ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എസ്റ്റേറ്റ് മാനേജർ, അവർക്ക് ഈ കേരളിൻ്റെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന 10 കണി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ ഒരു എസ്റ്റേറ്റ് മാനേജറുണ്ട്. അദ്ദേഹത്തിന് ഈ എസ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം കേതലായിരിക്കുമല്ലോ, കേതലാണ് ലീഗൽ ഹെയർ, ഇനി വേറെ ആരും അതിനകത്തില്ല. അപ്പോൾ ഈ കേതലിന് ഒരു പവർ ഓഫ് അറ്റോർണി അദ്ദേഹത്തിന് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി എല്ലാം മാനേജ് ചെയ്യുന്നതിനായിട്ട്. തീർച്ചയായിട്ടും അപ്പോൾ അവിടെ നിന്ന്
അത് കേതലിന് വേണ്ട സഹായങ്ങൾ ആ മാനേജർ വഴി വരുന്നുണ്ടായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ അമ്മാവന് ഈ സ്വത്തിൽ നിന്നുള്ള എന്തെങ്കിലും ചെറിയ പങ്കോ ഈ ഒരു 15 ലക്ഷം അല്ലാതെ അങ്ങനെ എന്തെങ്കിലും? ഇത് ദേ ബിലോങ്സ് ടു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഓക്കെ. അപ്പോൾ അവർക്ക് ആ ഒരു ക്രിസ്ത്യൻ ലോ ഓഫ് സക്സഷൻ വരുന്ന ഇന്ത്യൻ സക്സഷനാണ്. ഇപ്പം സാധാരണ ഇപ്പം ഒരു ഹിന്ദു സക്സഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് വസ്തു കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. ആ അച്ഛനെ ഞാൻ കൊല്ലുകയാണെങ്കിൽ എന്നിലേക്ക് ആ വസ്തു ഇൻഹെറിറ്റ് ചെയ്യില്ല, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ക്രിസ്ത്യൻ സക്സഷനകത്ത് അതില്ല. അപ്പോൾ അതുകൊണ്ട് കേതല് സ്വന്തം അച്ഛനെ അമ്മയാണ് കൊന്നെങ്കിൽ പോലും അവരുടെ വസ്തുക്കളിലേക്ക് ലീഗലായിട്ട് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ അസറ്റ്സ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന കേതൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു 30 വർഷത്തിന് ശേഷം ഇത്രയും ഭീമമായൊരു സമ്പത്ത് ഇദ്ദേഹത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത? സാധ്യത. അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം ഇപ്പം 37 വയസ്സായി. 30 വർഷം എന്ന് പറയുമ്പോൾ 67 വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും മുന്നോട്ടുള്ള ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഇനി കണ്ട് തന്നെ അറിയണം. പക്ഷേ ഇതിൻ്റെ കേസിന്റെ വിധി ഇത് നിലനിൽക്കാൻ സാധ്യതയുണ്ടോ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ? അതാണ് പറഞ്ഞത്. ഇപ്പം ഇതിനകത്ത് ഇപ്പം എല്ലാവരും മുറവിളി കൂട്ടുന്നത് റെയറസ്റ്റ് ഓഫ് റെയർ കേസ് ആയതുകൊണ്ട് എന്തുകൊണ്ട് ഡെത്ത് സെൻറ്റൻസ് കൊടുത്തില്ല, 4 പേരിൽ കൂടുതൽ മരിച്ചിട്ടില്ല. നമുക്കിപ്പോൾ നോക്കാം, റിപ്പർചന്ദ്രൻ്റെ ആ കേസിന് ശേഷം ഇവിടെ നമുക്കൊരു ഡെത്ത് സെൻറ്റൻസ് വന്നിട്ടില്ല. ഇവിടെ മിക്കവാറും കൊട്ടിഘോഷിച്ച് വളരെയധികം ആഘോഷമാക്കിയ മാധ്യമങ്ങളും എല്ലാവരും നാട്ടുകാരും ആഘോഷമാക്കിയ പല ഡെത്ത് സെൻറ്റൻസും ഹൈക്കോടതി ചെല്ലുമ്പോൾ നേരെ അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിച്ചു പോവുകയാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വിധിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ പറയല്ലേ കൊല്ലാതെ കൊല്ലുന്ന ഒരു വിധിയായിപ്പോയി. ഒരിക്കലും ഈ ഒരു ജഡ്ജ്മെന്റിൽ ഏതെങ്കിലും ഇതിലൊരു ഒരു മേളിലേക്ക് പോവുക, കൂടുതൽ റിഗറായിട്ട് കൂടുതൽ ടേം വരുന്ന ഒരു പണിഷ്മെന്റ് വരാനുള്ള സാധ്യത എന്നല്ലാണ്ട് ഒരിക്കലും ഇത് ഈ ശിക്ഷയിൽ നിന്ന് താഴേക്ക് ഒരിക്കലും പോകില്ല. താഴേക്ക് പോകില്ല, ഒരു ഗ്യാരണ്ടി ഉള്ളതാണ്. ഓക്കെ. ആ രീതിയിൽ യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് 60 years 70 years 200 years പണിഷ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ആ ഒരു തരത്തിലേക്ക് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൊല്ലപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അയാൾ അങ്ങ് മരിച്ചു പോവുകയാണ്. പക്ഷേ വർഷത്തിൽ അയാളുടെ ജീവിതകാലം മുഴുക്ക ഒരു ജയിലിലേക്ക് ആകുമ്പോഴത്തേക്കും സത്യത്തിൽ അതല്ലേ ഏറ്റവും വലിയ. അല്ല, ഇപ്പം ഇവിടെ ലോവർ കോർട്ടിന് ഡിസ്ട്രിക്ട് കോർട്ടിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിന് മാത്രമേ ഇത് ഈ ഫിക്സഡ് ടൈം ഓഫ് പണിഷ്മെൻറ്റ് പറയാൻ പറ്റത്തുള്ളൂ. 20 years 40 years എന്നുള്ളത് അത് ഡിസ്ട്രിക്ട് കോർട്ടിന് കൊടുക്കാനുള്ള പവറില്ല. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഇതിനകത്ത് ഈ 7 years 5 years സെപ്പറേറ്റ് പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് അത് കൺസിക്യൂട്ടീവ് ആക്കിയിട്ട് സബ്സിക്വൻ്റ് ആയിട്ട് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു ഡ്രോബാക്ക് അതിനകത്തുണ്ട്. ആ ഡ്രോബാക്ക് ഓവർകം ചെയ്ത ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഈ രീതിയിൽ ഈ പാറ്റേണിൽ പണിഷ്മെൻറ്റ് കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ജഡ്ജ്മെൻ്റ് ആണത്. വളരെ തന്ത്രപരമായിട്ട് തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ നിയമവ്യവസ്ഥയിൽ വലിയൊരു നാഴികക്കല്ലാണിത്. തീർച്ചയായിട്ടും. അത് വളരെയധികം സന്തോഷം സാർ. ഇത്രയും നേരം നമ്മളോട് ഈ തിരക്കിട്ട ഒരു സമയത്തിനിടയിലും നമ്മളോടൊപ്പം ചിലവഴിച്ചു.